in the rational number 14,587 divided by 1,250, decimal expansion terminates after. എങ്ങനെയാണ് നമ്മൾ ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റ് ചെയ്യണത് നോക്കുക. അതായത് ഈ 1250നെ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 1250 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻറ്റു 10 ആണ് അല്ലെ. 10നെ 2 ഇൻറ്റു 5 എന്ന് എഴുതാം. 125നെ നമുക്ക് എന്ത് എഴുതാം? 25 ഇൻറ്റു 5 ആണ് 125 അല്ലെ. 25 ഇൻറ്റു 5 ആണ് 125. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 5 ക്യൂബ് ആണ് 125 അല്ലെ. അപ്പൊ 5 ക്യൂബ് ഇൻറ്റു 2 ഇൻറ്റു 5 എന്നുള്ളതാണ് ഇതിന്റെ പ്രൈം ഫാക്ടറൈസേഷൻ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 2 ഇൻറ്റു 5 റേസ് ടു 4 എന്ന് എഴുതാം അല്ലെ. അപ്പൊ ഇവിടെ 2 ഇൻറ്റു 5 റേസ് ടു 4 ആണ് വെച്ചെങ്കിൽ 2 ഇൻറ്റു 5 വന്ന 10 ആയി അല്ലെ. അങ്ങനെ എത്ര ടെൻസ് വരും എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ 2 ഇൻറ്റു 5 റേസ് ടു 4 എന്ന് പറഞ്ഞാൽ ഇവിടെ 5 ക്യൂബ് ഉണ്ട് അല്ലെ. അപ്പൊ ഇനി ഒരു 2 ക്യൂബും കൂടി കിട്ടിയാൽ നമുക്ക് എന്ത് വരും? 10 റേസ് ടു 4 എന്ന് വരും. അപ്പൊ ഇവിടെ 2 ക്യൂബ് കിട്ടാൻ വേണ്ടി നമ്മൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഇവിടെ 2 ക്യൂബ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും വേണം, ഡിവൈഡ് ചെയ്യും വേണം. അപ്പൊ 2 ക്യൂബ് ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 2 റേസ് ടു 4 ഇൻറ്റു 5 റേസ് ടു 4 ആയി. 2 റേസ് ടു 4 ഇൻറ്റു 5 റേസ് ടു 4 എന്ന് പറഞ്ഞാൽ 10 റേസ് ടു 4 ആണ്. അതായത് എത്ര സീറോസ് ഉണ്ട്? 4 സീറോസ് ഉണ്ട്. അപ്പോൾ എത്ര ഡെസിമൽ പ്ലേസസ് കഴിഞ്ഞിട്ടാണ് ടെർമിനേറ്റ് ചെയ്യുക? 4 ഡെസിമൽ പ്ലേസസ് കഴിഞ്ഞിട്ടാണ് ടെർമിനേറ്റ് ചെയ്യുക. അതായത് നമ്മൾ ഇതിനെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ 2 റേസ് ടു m 5 റേസ് ടു n എന്നുള്ള ഫോമിലാക്കിയിട്ട് അതിൽ ഏറ്റവും വലുത് ഏതാണോ അത് അത്രയും സീറോസ് ആണ് നമുക്ക് അവിടെ വരിക. അപ്പം അങ്ങനെ ആവുമ്പോൾ നമുക്ക് എത്ര ഡെസിമൽ പോയിന്റ്സ് ആണ് ഡെസിമൽ പ്ലേസസിലാണ് ടെർമിനേറ്റ് ചെയ്യാന്ന് നോക്കാൻ വേണ്ടി നമുക്ക് അതിലെ എത്ര സീറോസ് ഉണ്ടെന്ന് നോക്കിയാൽ മതി. സീറോസ് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചെങ്കിൽ ഇപ്പോൾ 2 ഇൻറ്റു 5 10 അല്ലേ. 10 റേസ് ടു 4 അല്ലേ പറഞ്ഞത്. അപ്പൊ അതിൽ എത്ര സീറോസ് ഉണ്ട്? 4 സീറോസ്. അപ്പൊ 4 പ്ലേസ് കഴിഞ്ഞിട്ടാണ്, ഡെസിമൽ പ്ലേസസ് കഴിഞ്ഞിട്ടാണ് എന്ത് ടെർമിനേറ്റ് ചെയ്യുക. അപ്പൊ അതാണ് ആൻസർ. താങ്ക് യു.